ഹായ് ഫ്രണ്ട്സ്, അജു വെൽഡിംഗ് ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ആലപ്പുഴ കായംകുളത്ത് വന്നിട്ടുള്ളത് 3 കിലോ വാട്ട് സോളാർ പാനൽ വീടിന് മുകളിൽ സ്ഥാപിക്കാനാണ്. അപ്പോൾ വീടിൻ്റെ റൂഫ് ഷീറ്റ് ഇട്ടതാണ്. ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഓട് ടൈപ്പ് ഷീറ്റ് ആയതുകൊണ്ട് കുറച്ച് റിസ്ക് വർക്കാണ്. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോയിൽ നമ്മൾ 3 കിലോ വാട്ട് പ്ലാന്റ് ഇതിന് മുകളിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ഈ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ മക്കളെ, നമ്മോട് ക്ലൈൻറ്റ് പറഞ്ഞത് എന്താ വെച്ചാൽ, വന്നപ്പോൾ തന്നെ ക്ലൈൻറ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, മുകളിലേക്ക് കയറി പോകാൻ ഒരു വഴി വേണം. അതേപോലെ വർക്ക് കഴിഞ്ഞിട്ട് ഷീറ്റുകളൊന്നും ലീക്ക് ആവാത്ത കോലത്തിൽ വേണം നിങ്ങൾ വർക്ക് ചെയ്യാൻ എന്നുള്ള കാര്യം ക്ലൈൻറ്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ ഈ ഷീറ്റ് ഒരു സ്ലൈഡിംഗ് ഡോറ് കൊടുത്തിട്ട് മുകളിലേക്ക് കയറി പോകാൻ പറ്റുന്ന രീതിയിൽ ആക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സ്ലൈഡിംഗ് ഡോറ് ഇതിവിടെ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയിൽ. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള സ്ലൈഡിങ്ങിൻ്റെ ഡോറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് 2.5 അടി വീതിയും 3 അടി നീളമുള്ള നമ്മളൊരു പോളികാർബൻ്റെ ഷീറ്റ് വെച്ചിട്ടാണ് നമ്മളിവിടെ സ്ലൈഡിങ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. സിമ്പിളായിട്ട് നീക്കാനും അതേപോലെ അടക്കാനും പറ്റുന്ന ഒരു ഡോറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത്, എടുത്തിട്ടുള്ള പൈപ്പുകളൊക്കെ പെയിൻ്റ് അടിച്ച് നല്ല അപ്പോക്സി പെയിൻറ്റിന് അടിച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്ട്രെച്ചർ ചെയ്യാറ്. പിന്നെ നമ്മൾ ഈ പൈപ്പുകളൊക്കെ വേണ്ട അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഷീറ്റ് തുളച്ച് പ്ലേറ്റ് പിടിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷീറ്റ് മേഞ്ഞ പട്ടികയിലാണ് നമ്മൾ 3/8 ബോൾട്ടിൻ്റെ ഹോൾസ് ആക്കിയിട്ട് പ്ലേറ്റ് പിടിപ്പിക്കുന്നത്. ഈ പൈപ്പ് നമ്മൾ മുകളിൽ നിന്ന് തുളച്ചിട്ട് അതിൽ ബോൾട്ട് ഇടുകയാണ് നമ്മൾ പതിവ് ചെയ്യാറ്. അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത്, അതായത് പാനൽ വെക്കാനുള്ള സ്ട്രെച്ചർ, നമ്മൾ ഷീറ്റിന് മുകളിൽ നല്ല ചൂട് കാരണം നമ്മൾ താഴെന്നാണ് ഇതിൻ്റെ സ്ട്രെച്ചർ ഉണ്ടാക്കുന്നത്. അതിൻ്റെ സ്ട്രെച്ചറൊക്കെ ഉണ്ടാക്കി ഗ്രൈൻഡ് ചെയ്ത് ലെവലാക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 6 പാനലാണ് നമുക്ക് 3 കിലോ വാട്ടിന് ആവശ്യമുള്ളത്. ഈ 6 പാനൽ വെക്കാനുള്ള സ്ട്രെച്ചർ നമ്മൾ താഴെന്ന് ഉണ്ടാക്കി മുകളിൽ ഷീറ്റിൻ്റെ മുകളിൽ വാട്ടർ ലെവൽ ചെയ്ത് കാല് കൊടുത്തിട്ടാണ് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ സ്ട്രെച്ചർ വെക്കുന്നത്. അപ്പോൾ കാലൊക്കെ പ്ലേറ്റിൽ പിടിപ്പിച്ചത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ കാലുകളൊക്കെ വാട്ടർ ലെവൽ ചെയ്ത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ താഴെന്ന് ഉണ്ടാക്കിയ സ്ട്രെച്ചർ നമ്മളിതിൻ്റെ മുകളിൽ വെൽഡ് ചെയ്ത് പാനലുകൾ സ്ക്രൂ ചെയ്യാനുള്ള പട്ടികയും അടിച്ച്, ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടി നടക്കാനുള്ള, അതായത് വാക്ക് വേ ആണ് നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെയ്യാനുള്ളത്. ആ വാക്ക് വേയും പാടെ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക്, അതായത് മുകൾക്ക് ഈ സ്ട്രെച്ചറിലേക്ക് കയറിപ്പോയുള്ള കോണിമ്പാട് നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ഏതൊരാൾക്കും സിമ്പിളായിട്ട് കയറി പോകാൻ പറ്റുന്ന ഒരു വാക്ക് വേ നമ്മളിതിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ പാനലുകൾ ഫിറ്റ് ചെയ്തിരുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാനലുകളൊക്കെ കയറ്റുക എന്ന് പറയുന്നത് നല്ല റിസ്ക്കുള്ള പരിപാടിയാണ്. നമ്മൾ ഈ ഷീറ്റൊക്കെ ഊരിയിട്ടാണ് ഇതിലെ പാനൽ നമ്മൾ കയറ്റിയുള്ളത്. പാനലുകൾ മുകൾക്ക് കയറ്റി സ്ക്രൂ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അതേപോലെ നമ്മൾ ലൈറ്റിംഗ് കറക്ഷൻ നമ്മൾ കൊടുത്തത് ഇതാ ഇവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ നമ്മൾ പാനലുകൾ സ്ക്രൂ ചെയ്യുന്ന ബോൾട്ടുകൾ എന്താക്കണം, കൊറോഷീൽഡ് തന്നെ വാങ്ങി ബോൾട്ട് ചെയ്യാൻ നോക്കണം. കാരണം 30 വർഷത്തോളം ഈ സ്ട്രെച്ചറിൽ കിടക്കാനുള്ളതാണ്. പാനലുകൾ കാറ്റത്തും മയത്തും ഒന്നും താഴേക്ക് വീഴോ പോവുകയോ കാറ്റത്ത് പാറുകയോ ഒന്നും ചെയ്യരുത്. അതിന് നല്ല ക്വാളിറ്റിയുള്ള ബോൾട്ടുകൾ തന്നെ ഉപയോഗിച്ച് നമ്മൾ പാനലുകൾ ഉറപ്പിക്കണം. അതേപോലെ പ്ലാനിൻ്റെ ടെക്നിക്കൽ സൈഡ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതായത് UTLൻ്റെ ഇൻവെർട്ടറും ACDB DCDB എന്നിവയൊക്കെ താഴെ ഫിറ്റാക്കിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എല്ലാ പാനലുകളും കയറ്റി സ്ക്രൂ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ ഹോൾസ്, പ്ലേറ്റിന് വേണ്ടി ഹോൾസ് അടിച്ചോത്തൊക്കെ സിലിക്കോൺ അടിച്ച്, അതായത് ഒരിക്കലും ലീക്കുകൾ വരരുത്. കാരണം വേറെയുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അതായത് നമ്മളെ വിശ്വസിച്ച് വർക്ക് ഏൽപ്പിച്ചവർ നമ്മൾ ലീക്കും കാര്യങ്ങളും ഉണ്ടാവില്ല എന്ന് വാക്ക് കൊടുത്തിട്ടാണ് ഷീറ്റിന് മുകളിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വാക്കുവൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് ഒരു ചെറിയ റെയിലും കൊടുത്തിട്ടുണ്ട്. താഴെന്ന് ഇനിയിപ്പോൾ ഒരു സ്ത്രീകളായിക്കോട്ടെ, ഇനി ഒരു പ്രായം കൂടിയ ആളായിക്കോട്ടെ, മുകളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ആ റെയിലിലൂടെ പിടിച്ചിട്ട് ഈ വാക്കുവേയിലൂടെ ഈ പ്ലാനിൻ്റെ അടുത്തേക്ക് വന്ന് അത്
പിന്നെ 3 മാസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഇനി വേറെ എന്തെങ്കിലും മറ്റു ആവശ്യത്തിന് കയറി വരേണ്ടി വന്നാൽ നമുക്ക് സുഖമായിട്ട് കയറി വരാനുള്ളൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും, നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ അതേപോലെ MNRE സബ്സിഡി സ്കീമിൽ നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിൽ സോളാർ പാനൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ മുകളിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ മതി. വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ പ്ലാന്റിൻ്റെ വർക്ക് ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക.